കാൽനട യാത്രികരുടെ തലതകർത്ത് വടക്കാഞ്ചേരി നഗരസഭയുടെ പൊതു ശൌചാലയത്തിന്റെ പരസ്യ ബോർഡ്. വടക്കാഞ്ചേരി നഗരഹൃദയത്തിൽ ചാലിപ്പാടം റോഡിലേക്ക് തിരിയുന്നിടത്താണ് കാൽനട യാത്രികർക്ക് മാർഗതടസ്സവും അപകടവും ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം 5.5 അടി ഉയരത്തിൽ റോഡിൽ ശൌചാലയത്തിന്റെ സൂചനാ ബോർഡ് സ്ഥാപിച്ചത്. ഇന്നും ഇന്നലെയുമായി ചാലിപ്പാടം റോഡിലേക്ക് സഞ്ചരിച്ചിരുന്ന 10-20 പേർക്ക് ബോർഡിന്റെ താഴത്തെ മൂലയിൽ നെറ്റിയും തലയും ഇടിച്ച് പരിക്കേറ്റതായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. പരിക്കുകളും ആളുകളുടെ നിലവിളികളും കേട്ടുമടുത്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് പരസ്യഫലകത്തിന്റെ താഴത്തെ മൂലയിൽ കുറെ പ്ലാസ്റ്റിക്കുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് ഫലകത്തിൽ തലയിടിക്കുന്നവർക്ക് പരിക്കുകൾ ഒഴിവായതെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. കാൽനട യാത്രികർക്ക് ഭീഷണിയായി ഇടുങ്ങിയ കാൽനടപ്പാതയിൽ നിന്ന് പ്രസ്തുത പരസ്യഫലകം എടുത്തു മാറ്റുകയോ കുറഞ്ഞത് 6.5 അടി ഉയരത്തിൽ പുനഃസ്ഥാപിക്കുകയോ ചെയ്യാത്ത പക്ഷം ഇനിയും ഒരുപാട് സാധാരണക്കാർക്ക് പരിക്കേൽക്കാൻ ഇടയുണ്ടെന്നാണ് വടക്കാഞ്ചേരി പേട്ടയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പക്ഷം. ഇന്നും ഇന്നലെയുമായി പ്രദേശത്തെത്തിയ വടക്കാഞ്ചേരി നഗരസഭ ഹെൽത്ത് ജീവനക്കാരുടെ ശ്രദ്ധയിൽ വിഷയം പെടുത്തിയിട്ടും യാതൊരു നടപടിയുണ്ടായില്ലെന്ന് സ്വകാര്യ ബാങ്കിന്റെ സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞു. ഇനിയൊരു അപകടത്തിന് മുൻപായി വേണ്ട നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. അനുകൂലമായ ബോർഡ് വെച്ച് കാരണം ഈ കാൽനട യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനവധി കുട്ടികളിൽ വയസ്സായ ആൾക്കാർ തലമുട്ടിയിട്ട് പരിക്ക് പറ്റും. അപ്പോൾ ആരും അത് പ്രതികരിക്കാൻ തയ്യാറാവണില്ല. എന്ന് വെച്ചാൽ പൊതു സ്ഥലത്ത് പല ബോർഡുകളും വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ബോർഡ് റോഡിലേക്ക് തള്ളിയിട്ടാണ് വെച്ചത്. അതിൻ്റെ മൂല തട്ടിയിട്ട് പലരെയും തല പൊട്ടിയിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് അധികാരികളത് കണ്ട് അതിൽ മേൽ നടപടികൾ സ്വീകരിക്കും.